വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് മുഖ്യമന്ത്രി നീങ്ങിയത്. അങ്ങനെ നീങ്ങിയ ലിസ്റ്റിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഗവർണർ സുപ്രീം കോടതിക്ക് എതിരായി, സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്കെതിരായി പ്രവർത്തിച്ചത്. എന്തുകൊണ്ടാണ് സിസ അടക്കമുള്ളവർ അയോഗ്യരാകുന്നത്? ഈ കാര്യങ്ങളടക്കം മുഖ്യമന്ത്രിയും സർക്കാരും വിശദീകരിച്ചതാണ്. എന്നിട്ടും അത് കേൾക്കാതെ സുപ്രീം കോടതി നിർദ്ദേശങ്ങളെ ഉല്ലംഘിച്ചുകൊണ്ടുള്ള ഗവർണറുടെ നീക്കം, ചാൻസലറുടെ നീക്കം, ഇതേ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു ചില കാര്യങ്ങൾ. സലിം മുഹമ്മദ്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യം ഇതാണ്, വി സിമാരുടെ പാനൽ, അത് മുഖ്യമന്ത്രിയോടാണ് വി സിമാരുടെ പാനൽ തയ്യാറാക്കി ഗവർണർക്ക് സമർപ്പിക്കാൻ പറഞ്ഞത് സുപ്രീം കോടതിയാണ്. അങ്ങനെ ഒരു പാനൽ സമർപ്പിക്കുകയാണ് താൻ ചെയ്തത് മുഖ്യമന്ത്രി എന്ന നിലയിൽ. അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശം താൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ യഥാർത്ഥത്തിൽ നടപ്പാക്കി. പക്ഷേ ആ പാനൽ തള്ളുന്ന വിചിത്രമായ നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് എന്തുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഗവർണർ എന്ന നിലയിൽ ഗവർണർ മാത്രം എടുത്ത തീരുമാനം അല്ലാതെ അതിൻ്റെ പിന്നിൽ മറ്റ് ചിലതുണ്ട്. അത് RSS ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചു മുഖ്യമന്ത്രി. ആ സുപ്രീം കോടതി വിധി നഗ്നമായി ലംഘിക്കുകയാണ് ഗവർണർ ചെയ്തത്. ഇത്ര നഗ്നമായി കോടതി വിധി ലംഘിക്കാൻ ഗവർണർക്ക് ഉള്ള ഒരു ധൈര്യം വന്നത് വെറുതെ അല്ല. അത് അങ്ങനെ ധൈര്യം വന്നത് മറ്റ് ചില ഏജൻസികളുടെ, സ്വാഭാവികമായും RSSനെ തന്നെയാണ് അത് ഉദ്ദേശിച്ചത്, മറ്റ് ചില ആളുകളുടെ പിൻബലത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഏതായാലും നമ്മൾ ഇക്കാര്യത്തിൽ നിയമപോരാട്ടം തുടരുക തന്നെയാണ്. സുപ്രീം കോടതി ഇനി എന്തു പറയുന്നോ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. ആ പട്ടിക നമ്മൾ കൈമാറിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വി സിമാരെ നിയമിക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് തങ്ങളുടെ പ്രതീക്ഷ. അതിന് നിയമപോരാട്ടം തുടരും എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതായത് സലി, അതിനകത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഈ ഫെഡറൽ മൂല്യങ്ങളെ, ഫെഡറൽ നൈതികതയെ ഒക്കെ എതിർക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ നിരന്തരമായി കേന്ദ്ര സർക്കാർ, BJP സർക്കാർ എന്ന നിലയിൽ മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ടൂളാവുകയാണ് ഗവർണർമാർ. അതിലെ ഒരു പ്രതിസന്ധിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രൂപപ്പെടുത്തുന്നത്. ഈ ലോക് ഭവൻ, പഴയ രാജ്ഭവൻ, അതിൽ ഈ RSS വനിതയുടെ ചിത്രം ഭാരതാംബ എന്ന നിലയിൽ സ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, സംസ്ഥാനത്തിൻ്റെ ഫെഡറൽ അവകാശങ്ങൾക്കെതിരായി നീങ്ങുന്നത്, അതൊക്കെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി. ഇതൊക്കെ സംബന്ധിച്ചാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അപ്പോഴാണ് മുഖ്യമന്ത്രി ആ രീതിയിൽ വിശദമായി മറുപടി പറഞ്ഞത്, അല്ലേ? അതായത് മുൻപൊക്കെ ഇക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന നിലയിലായിരുന്നു ഇത് അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു എഡ്ജ് കൂടുതൽ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം തർക്കമില്ല. കാരണം സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നു. സുപ്രീം കോടതി പറഞ്ഞതിനെ നഗ്നമായി ലംഘിക്കുന്നു ഗവർണർ. അത് കേന്ദ്ര ഭരണകക്ഷി, കേന്ദ്ര സർക്കാരും രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരങ്ങളിന്മേൽ എങ്ങനെ കൈകടത്താൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ നമ്മൾ VC നിയമനമായതുകൊണ്ട് ചർച്ച ചെയ്യുന്നു. അല്ലെങ്കിൽ മറ്റ് മേഖലകളിലെല്ലാം സമാനമായ രീതിയിൽ ഗവർണർമാരുടെ ആസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തെ ഫെഡറൽ അധികാരങ്ങളെ കവർന്നെടുക്കാൻ ഒക്കെ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് അതിനിശ്ചിതമായ വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ VC മാരുടെ നിയമന കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമീപകാലത്തുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സുപ്രീം കോടതി ഇടപെടലുണ്ടായൊരു വിഷയമാണ്. ആ വിഷയത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് ഒരു പട്ടിക മുഖ്യമന്ത്രിയോട് ഗവർണർക്ക് സമർപ്പിക്കാനാണ്. സുപ്രീം കോടതി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഒരു പട്ടിക ഗവർണർക്ക് സമർപ്പിച്ചു. പക്ഷേ ഗവർണർ ആ പട്ടിക തള്ളുന്നു. അപ്പം സുപ്രീം കോടതിയുടെ ഉത്തരവ് ലംഘിച്ചിരിക്കുന്നു ഗവർണർ എന്നുള്ളതാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. അതിനെ അതിനിശ്ചിതമായി വിമർശിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതൊന്ന് കേൾക്കാം സാലി. ഞാൻ തിരിച്ചെത്താം സാലിയിലേക്ക് തന്നെ. VC നിയമനത്തിൽ സുപ്രീം കോടതി നിർദ്ദേശമാണ് ഗവർണർ ലംഘിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് മുഖ്യമന്ത്രി ഈ പറയുന്ന ലിസ്റ്റ് കൊടുക്കുന്നത്. ആ ലിസ്റ്റിൽ പറയുന്ന ആളുകളെ പരിഗണിക്കുന്നേയില്ല. എന്നിട്ടോ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഈ നേരത്തെ തന്ന ലിസ്റ്റിൽപ്പെട്ട ഒരാൾ അയോഗ്യയാണ് എന്നത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് അതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് അങ്ങനെയുള്ള ആളെ അടക്കം നിയമിക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. വളരെ വിചിത്രമായ കാര്യമാണ്. ഇത്ര നഗ്നമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശം ലംഘിക്കാനുള്ള മനോഭാവം എങ്ങനെയാണ് ഗവർണർക്ക് ഉണ്ടാകുന്നത്?
ഏതെങ്കിലും ഒരു ഗവർണർക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ധൈര്യം വരുമോ?